Meet the editors. സമരസേനാനികൾക്ക് അപമാനമോ എന്നതാണ് ചോദ്യം. ജിമ്മി, ഇന്നിപ്പോൾ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം, അതോടൊപ്പം പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ പുറത്തു വന്ന പോസ്റ്റർ, ഇത് രണ്ടുമാണ് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. എവിടെയും യഥാർത്ഥ സ്വാതന്ത്ര്യ സമര പോരാളികളില്ല. മറ്റേ പോസ്റ്ററിൽ ഉണ്ട്, രാഷ്ട്രപിതാവിനേക്കാൾ മുകളിൽ സവർക്കർ വരികയാണ്. അതിൽ തെറ്റില്ല എന്ന പ്രതികരണമാണ് പല നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിക്കുന്നു. ചെങ്കോട്ടയിലെ പരിപാടിയിലേക്കാകട്ടെ പ്രതിപക്ഷം പോയിട്ടുമില്ല, രാഹുൽ ഗാന്ധി പോയതുമില്ല. എങ്ങനെ കാണുന്നു? അതിനു മുമ്പ് BJPയുടെ RSSൻ്റെയും ഗതികേടിനെ കുറിച്ചാണ് ആദ്യം അവരോട് സഹതപിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ. കാരണം സ്വാതന്ത്ര്യ ദിനമാണ്, ഇന്ത്യ സ്വതന്ത്രമായതിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഒരാളെ പറയാനില്ല. അപ്പോൾ RSSകാരനല്ലെന്ന് അവർ തന്നെ പറയുന്ന VD സവർക്കറിനെ, ഹിന്ദു മഹാസഭയുടെ നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരികയും സവർക്കർ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് പറയുകയും ചെയ്യുകയാണ്. ഈ സവർക്കറെ വെളുപ്പിക്കാൻ വലിയ പാടാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പലതവണ ജയിലിൽ കിടന്ന് മാപ്പെഴുതി കൊടുക്കുകയും ആ മാപ്പെഴുതി കൊടുത്തതിലെ വാക്കുകളെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ഐ വിൽ ബി എ സെർവൻറ്റ് ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ എന്ന് സധൈര്യം എഴുതി കൊടുത്ത ആളെ സ്വാതന്ത്ര്യ സമര സേനാനിയാക്കി അയാൾ ആ വാക്ക് അതുപോലെ തന്നെ പാലിച്ചുകൊണ്ട് 47 വരെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വെടിപണിയെടുക്കുകയും ചെയ്ത ആളെ സ്വാതന്ത്ര്യ സമര സേനാനിക്ക് പൊക്കിക്കൊണ്ട് വരുന്നതിൽ അത് ചില്ലറ പാടൊന്നുമല്ല. അത് RSSൻ്റെയും BJPയുടെയും ഗതികേടാണ്. വീർ സവർക്കർ എന്ന് അവർ വിളിക്കുന്ന വിരി സവർക്കർ, വിനായക് ദാമോദർ സവർക്കർ എന്ന് പറയുന്ന കക്ഷി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യകാലത്ത് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നെന്നും അതിൻ്റെ പേരിൽ ജയിലിലടയ്ക്കപ്പെട്ടെന്നും വളരെ സാഹസികമായി ഈ ജയിലിലേക്ക് പോകുന്നതിനിടയിൽ കപ്പലിൽ നിന്ന് ചാടാൻ ശ്രമിച്ചെന്നുള്ളതെല്ലാം സത്യം. അതിനെ ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ അതിനുശേഷം ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹം ഭയം കൊണ്ടോ തന്ത്രം അവർ പറയുന്നത് പോലെ ചെയ്തതിന് ശേഷം മാപ്പ് എഴുതി കൊടുത്ത് മാപ്പോട് മാപ്പ് 5 തവണ മാപ്പ് എഴുതി കൊടുക്കുന്നു. പിന്നെ അത് അതുപോലെ ചെയ്യുന്നു എന്ന് മാത്രമല്ല, 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടക്കുമ്പോൾ അദ്ദേഹം ഇതിൻ്റെ കൂടെയില്ല. നമ്മുടെ INA രൂപീകരിച്ച് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി സൈന്യത്തെ അണിനിരത്തി നീങ്ങുമ്പോൾ അവിടെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ആളെ കൂട്ടാൻ ഇവിടെ ക്യാമ്പയിൻ നടത്തിയ ആൾ. ഇതെല്ലാമാണ് VD സവർക്കർ. പക്ഷേ ഒരു VD സവർക്കറുടെ പേര് മാത്രമേ BJPക്കോ അല്ലെങ്കിൽ പഴയ RSSനോ ഉള്ളൂ എന്നുള്ളതാണ് ഈ പ്രശ്നം. അപ്പോൾ സവർക്കറെ എടുത്ത് ചുമന്നേ പറ്റൂ. അപ്പോൾ സവർക്കറുടെ പേരിൽ നമ്മൾ ഈ ഷൂ നക്കിയെന്ന് വിളിക്കുന്ന കളിയാക്കലുകളോ കത്തിൻ്റെ വിശദാംശങ്ങളോ 5 കത്ത് എഴുതിയില്ലെന്നുള്ള കളിയാക്കലുകളോ ഒന്നും അവർക്ക് സഹിക്കാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ള BJPയുടെ ഗതികേട് ജനങ്ങൾ മനസ്സിലാക്കണം. വേറെ ഒരാളെപ്പോലും എടുക്കാനില്ലാത്തതുകൊണ്ടാണ് വീർ സവർക്കർ എന്ന് അവർ വിളിച്ചുകൊണ്ട് 5 തവണ മുട്ട് വിറച്ച് മാപ്പെഴുതിയവനെ വീർ സവർക്കർ എന്ന് വിളിക്കാനുള്ള ആ ധൈര്യമുണ്ടല്ലോ, ആ ഒരു എങ്ങനെ തോന്നുന്നു എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ, അത് അത്ഭുതകരമാണ്. അപ്പോൾ വീർ സവർക്കറെ കൊണ്ടുവരും. ഇനി ഇതിനൊരു ചരിത്രമുണ്ട്. കഴിഞ്ഞ 3-4 വർഷമായിട്ടോ 10 വർഷമായിട്ടോ ജവഹർലാൽ നെഹ്റുവിനെ അപമാനിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ജവഹർലാൽ നെഹ്റുവാണ് എല്ലാത്തിൻ്റെയും കുഴപ്പം. ഞാൻ വിചാരിച്ചു 50% തീരുവ ട്രംപ് ചുമത്തിയപ്പോൾ അതും ജവഹർലാൽ നെഹ്റുവിൻ്റെ കുറ്റമാകുമോ എന്ന് പറയുമെന്ന് ഞാൻ പേടിച്ചു. ഭാഗ്യത്തിന് അത് പറഞ്ഞില്ല. പക്ഷേ ബാക്കിയെല്ലാം നെഹ്റുക്ക് ഗൽത്തി എന്നാണ് പറയുന്നത്. ഇപ്പോൾ നെഹ്റു ഇല്ല. നെഹ്റുവിന് ഇത്രയും കാലം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവർ നെഹ്റു ഇല്ല. നെഹ്റുവിൻ്റെ ചിത്രം പോലും ഇന്ന് ഒരിടത്ത് നമ്മൾ കാണുന്നില്ല. നെഹ്റു തീരുന്നു. അപമാനിച്ച് നെഹ്റുവിനെ കളിയാക്കി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മാറ്റുന്നു. ശരി, അടുത്തതെന്താണ്? ഇനിയുള്ള ഒരു ഐക്കൺ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിക്ക് മുകളിലാണ് മഹാത്മാഗാന്ധിയെ കൊല്ലാൻ കൊലപാതക കേസിൽ പ്രതിയായിരുന്ന, അതിനുശേഷം അവിടെ നിന്ന് ഊരിപ്പോയ, എന്തായാലും മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ ഒരാളെ അതിന് മുകളിൽ കൊണ്ട് വയ്ക്കുന്നത്. നോക്കണേ, RSSൻ്റെയും BJPയുടെയും ഒരു ധൈര്യം. ഒരു 80 വർഷം കഴിയുമ്പോൾ ഏത് കള്ളവും പറയാം എന്നുള്ളതിൻ്റെ മകുട ഉദാഹരണമാണ്. നമ്മളിത് ഇന്ത്യയിൽ, ലോകത്ത് പല ഭാഗത്തും കാണുന്നുണ്ട്. ബംഗ്ലാദേശിൻ്റെ വിമോചനത്തിന് വേണ്ടി പോരാടിയ സംഘടന ഇന്ന് ബംഗ്ലാദേശിൽ നിരോധിക്കപ്പെടുകയാണ്. അന്ന് ഈ ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് ഇപ്പോൾ അവിടെ വലിയ പ്രധാനപ്പെട്ട കക്ഷിയാണ്. അവരാണിപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ബംഗ്ലാദേശിന് വേണ്ടി പോരാട്ടം നടത്തിയ ആളുകൾ വിസ്മൃതിയിലാവുകയും ആ പാർട്ടി നിരോധിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഇത് ബംഗ്ലാദേശിലുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്. ഇത് ലോകം മുഴുവൻ നടക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വില്ലന്മാർ നായകന്മാരാവുകയും നായകന്മാരെ മറക്കുകയോ നായകന്മാർ മഹാമോശക്കാരായി മാറുകയോ ചെയ്യുന്ന പുതിയ സിനിമകളും പുതിയ തിരക്കഥകളും പുതിയ ആഖ്യാനങ്ങളും ഉണ്ടാവുകയും ചെയ്തത്. പിന്നെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി
ചെങ്കോട്ടയിൽ നിന്ന് RSSനെ പുകഴ്ത്തുമ്പോൾ അത് അല്പം മുമ്പ് BJPയുടെ പ്രതിനിധി പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ RSSനെ പുകഴ്ത്തും. ശരിയാണ്, പുകഴ്ത്തിക്കോട്ടെ. RSS രൂപീകൃതമായിട്ട് 100 വർഷമാകുന്നു. പക്ഷേ വളരെ രസകരമായ കാര്യം, ഈ റെഡ് ഫോർട്ട് എന്ന് പറയുന്ന സംവിധാനത്തിൽ വന്ന പ്രധാനമന്ത്രിമാർ സംസാരിക്കുന്നതിൻ്റെ ചരിത്രം തന്നെ ആലോചിക്കണം. 1857 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ദില്ലി പിടിച്ചടക്കിയ ശേഷം ബഹദൂർ ഷാ സഫർ എന്ന മുസ്ലിം മുഗൾ രാജാവ് ഇന്ത്യ സ്വതന്ത്രമായെന്ന് പ്രഖ്യാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് റെഡ് ഫോർട്ടിൽ പിന്നീട് പ്രധാനമന്ത്രിമാർ പ്രസംഗം തുടങ്ങിയത്. നെഹ്റുവാണ് ആദ്യം ചെയ്തത് 1947 ഓഗസ്റ്റ് 16. അപ്പോൾ നന്നായി ഇത് ഇങ്ങനൊരു ചരിത്രമുണ്ട്. റെഡ് ഫോർട്ട് നിർമ്മിച്ചത് ഷാജഹാനാണ്. ഇതെല്ലാമുണ്ട്, ഇതൊക്കെ ഓർമ്മ വേണം. ഇനി ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാം. RSSും മോദിയും തമ്മിലുള്ള ഇതുവരെയുള്ള ഉടക്കുകളുടെ അടിസ്ഥാനം കൂടി ഇന്ന് പെട്ടെന്ന് ഒരു കോണ്ടക്സ്റ്റും ഇല്ലാതെ എന്തിനാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദിവസം മോദി വന്ന് RSSനെ പ്രകീർത്തിച്ചത് എല്ലാവരും അത്ഭുതപ്പെടുമ്പോൾ വേറൊന്നുമല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സ്വാതന്ത്ര്യദിനത്തിൽ RSSനെ അങ്ങ് പൊക്കി പറഞ്ഞിട്ട് എന്തെങ്കിലും RSSന് ഗുണം കിട്ടാനോ BJPക്ക് ഗുണം കിട്ടാനോ പ്രതിപക്ഷത്തെ അപമാനിക്കാനോ അല്ല. വിഷയം ഇത്രയേ ഉള്ളൂ. 75 വയസ്സെന്ന പ്രായപരിധി അടക്കമുള്ള ഒരുപാട് വിഷയങ്ങളിൽ മോദിയെ പിടിക്കാണ്ടിരിക്കുകയാണ് RSSും മോദിയും തമ്മിലുള്ള ബന്ധം വളരെ മോശമാണ്. അത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് 1.5 മിനിറ്റ് ഈ 100 മിനിറ്റ് പ്രസംഗത്തിൽ 1.5 മിനിറ്റ് വളരെ വിശദമായി അദ്ദേഹം RSSനെ നന്നായി പുകഴ്ത്തുന്നത്. അതായത് ഈ പശുവിൻ്റെ കടിയും തീരും, കാക്കയുടെ വിശപ്പും തീരും എന്ന് പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സഹായ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ വേറൊന്നും തെറ്റിദ്ധരിക്കരുത്. മോദി RSSനെ സോപ്പിടാൻ ശ്രമിച്ചതാണ് ഇന്ന് നമ്മൾ റെഡ് ഫോർട്ടിൽ കണ്ടത്. അത്ര മാത്രമേ ഇതിന് വ്യാഖ്യാനമുള്ളൂ. RSSന് ഈ സ്വാതന്ത്ര്യ സമരവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം, മോദിക്കും അറിയാം. അത് മോദി ഇനി പറഞ്ഞ് വഷളാവും ഞാൻ വിചാരിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. RSSന് ഈ ത്രിവർണ്ണ പതാക പോലും കണ്ടുകൂടാ. പണ്ട് മുതലേ അത് ഓൺ റെക്കോർഡാണ്. RSSന് ത്രിവർണ്ണ പതാക കണ്ടുകൂടാ. RSSൻ്റെ ഓർഗനൈസർ എന്ന് പറഞ്ഞ അവരുടെ മുഖപത്രം 1947 പറഞ്ഞത് ദ ട്രൈ കളർ ഷാൽ നെവർ ബി റെസ്പെക്റ്റഡ് ആൻഡ് ഓൺ ബൈ ഹിന്ദുസ്. ദ വേർഡ് ത്രീ ഈസ് ഇൻ ഇറ്റ് സെൽഫ് ആൻ ഇവിൽ ആൻഡ് എ ഫ്ലാഗ് ഹാവിംഗ് 3 കളേഴ്സ് വിൽ സെർട്ടൻലി പ്രൊഡ്യൂസ് എ വെരി ബാഡ് സൈക്കോളജിക്കൽ എഫക്റ്റ് ആൻഡ് ഈസ് ഇൻജൂറിയസ് ടു എ കൺട്രി. ഇത്രയും അന്ധവിശ്വാസമൊക്കെ എഴുതി വെച്ച ആശാന്മാരാണ്. 1947-ലും 1950-ലും ഓരോ തവണ ദേശീയ പതാക പൊക്കിയ ശേഷം RSSൻ്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ 2002 വരെ ഒരു തവണ പോലും സ്വാതന്ത്ര്യദിനത്തിൽ ഈ കൊടി ഉയർത്തിയിട്ടില്ല. 2001 ഒരു സംഘടനയിലെ 3 ചെറുപ്പക്കാർ അവസാനം RSS ആസ്ഥാനത്ത് ഇടിച്ചു കയറി ഈ കൊടി ഉയർത്തി വളരെ വലിയ വിവാദമാകുന്നുണ്ട്. രാഷ്ട്രീയ പ്രേമി ദൾ എന്ന് പറയുന്ന സംഘടനയിലെ യുവദളിലെ 3 പേരാണ് പോകുന്നത്. അവിടെ കൊടി ഉയർത്തുന്നു, അത് വലിയ കേസാകുന്നു. അതിനുശേഷം 2002 RSS കൊടി ഉയർത്തുന്നു. അപ്പോൾ RSSന് ഈ ത്രിവർണ്ണ പതാകയോട് പോലും ഇത്രയും വിലയേ ഉള്ളൂ. ആ RSSനെയാണ് മോദി പുകഴ്ത്തുന്നത്. സ്വാതന്ത്ര്യ സമരവുമായി അവസാന കാലത്ത് പാരവയ്ക്കാവുന്നതിൻ്റെ മുഴുവൻ പാരവയ്ക്കും ബ്രിട്ടീഷുകാരൻ്റെ കൂടെ നിന്ന് നേതാജിയുടെ സൈന്യത്തിനെതിരെ ആളെ റിക്രൂട്ട് ചെയ്ത സവർക്കറെ ഉയർത്തുകയും ചെയ്യുന്നതിലൂടെ പുതിയൊരു രാഷ്ട്ര നിർമ്മിതി, പുതിയൊരു കഥ നിർമ്മിക്കാനാണ് BJP മോദിയും ശ്രമിക്കുന്നത്. അതിനകത്തുള്ളൊരു പ്രശ്നം അത് അവരുടെ ഗതികേടാണ്. ഒരു വീർ സവർക്കറെ മാത്രമേ കിട്ടാനുള്ളൂ. ഇന്ത്യയുടെ 100 വർഷത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവർക്ക് തപ്പിയെടുക്കാൻ പറ്റുന്ന ആകെ ഒരു സാധനം ഈ പാഴ്ചരക്കായിപ്പോയി. അത്രേ ഉള്ളൂ. ശ്രീ ആൻഡ്രൂ, സമരസേനാനികൾക്ക് അപമാനമാണോ? തീർച്ചയായിട്ടും അപമാനമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യയുടെ ചരിത്രത്തിലെ കോൺഗ്രസ് ഭരണകാലത്തെല്ലാം നമ്മൾ ഈ കേന്ദ്ര പദ്ധതികളുടെയൊക്കെ പേര് നോക്കിയാൽ രാജീവ് ഗാന്ധി, പിന്നെ മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി എന്നൊക്കെയാണ് കാണാൻ കഴിയുക. അപ്പോൾ അത് ശേഷം ഈ BJP സർക്കാരിൻ്റെ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ദീനദയാൽ ഉപാധ്യായ, പിന്നെ അത് അങ്ങനെ ഒരു നമുക്കൊരു പരിചയമില്ലാത്ത പോലെ ഒരു പേരുകളാണ് കാരണം നമുക്ക് എവിടെയും അറിയില്ല, ആൾക്കാർക്ക് അറിയില്ല ഇതാരാണ് എന്താണെന്നൊന്നും. വീര സവർക്കർ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ നമുക്ക് കാണാം ഇവർ ഈ രാജ്യത്തിന് എന്തൊരു കോൺട്രിബ്യൂഷനാണെന്ന്. അപ്പം ഈ മഹാത്മാഗാന്ധിനെക്കുറിച്ചും ഇന്ദിരാഗാന്ധിനെക്കുറിച്ചും ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചൊന്നും മലയാളി ഇന്ത്യനെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല, ജനങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതുപോലെ തന്നെയാണ് ഈ വീര സവർക്കർ ആരാണ് എന്നുള്ളത് നമുക്ക് ഒരു കാര്യം അറിയില്ലെങ്കിൽ, ഈ ആളെ അറിയില്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുക? സാധാരണ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യും. ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ കാണിക്കുന്ന വീര സവർക്കർ എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗാന്ധിവാദത്തിൽ 5-ാം പ്രതി അവരെ ഒന്നാമത്തെ പിന്നെ കോൺട്രിബ്യൂഷൻ ഇന്ത്യയുടെ, രണ്ടാമത്തത് ബ്രിട്ടീഷുകാരെ കൂടെ നിന്നിട്ട് അവർക്ക് 7 കത്തെഴുതി ഞാനൊന്നും ചെയ്തില്ല, കാല് പിടിച്ച് എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്, ഞാൻ ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി, ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ കൂടാതെ ഇന്ത്യയിലുള്ള ഹിന്ദുക്കളെ മുഴുവൻ പിന്തുണയും നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ ഒരു വീർ സാവർക്കറിനെ കുറിച്ചിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് BJPക്ക് ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ജിമ്മി സാർ പറഞ്ഞ പോലെ ഒരാളെ പോലും മുന്നോട്ട് വയ്ക്കാനില്ല എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഈ BJP ഇന്ന് പുറത്തുവിട്ട ഫോട്ടോ ഉണ്ടല്ലോ,
ഈ പെട്രോളിയം വകുപ്പ് പുറത്തുവിട്ട ഫോട്ടോ. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ആത്മാർത്ഥം ഇവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ മഹാത്മാഗാന്ധിയും വീർ സവർക്കും മുഖാമുഖം നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ മേലെ കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഈ വീർ സവർക്കിൻ്റെ എന്ത് മാനദണ്ഡമാണ് ഇവർ കണ്ടെത്തിയെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ BJP-യുടെ കാര്യം പറയുമ്പോൾ എന്താ, വീർ സവർക്കർ ഈ ബീരുക്കട പണിയാണല്ലോ എന്നും എടുത്തിട്ടുള്ളത്. ഞാൻ എന്നെ സ്വന്തമായിട്ട് പറയുകയാണ്, ദിലീപിൻ്റെ സിനിമയിൽ പറയുന്ന പോലെ വിമൽ കുമാറെ എന്ന് വിളിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം എന്തുകൊണ്ടാണ്, പുള്ളി തന്നെ ബുക്ക് എഴുതിയിട്ട് എന്ത് പറയും, പുള്ളി തന്നെ അത് എഴുതിയിട്ട് 2 പ്രാവശ്യം ആരാണ് എഴുതിയത് അറിയില്ല, ആർക്കും അറിയില്ല ആരാ എഴുതിയെന്ന്. അതിന് ശേഷം അത് എഴുതിയത് ആരാന്ന് കണ്ടെത്തി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അത് ആര് തന്നെയാണ്, വീർ സവർക്ക് തന്നെയാണ് ആ ബുക്ക് എഴുതിയിരിക്കുന്നത്. ആരാണ് അത് മറച്ചു വെക്കുകയാണ്, അത് ആരാണെന്ന് പറയുന്നില്ല, അത് മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആ ബുക്ക് എഴുതിയിട്ട് വീർ സവർക്കറിൻ്റെ ജീവചരിത്രം എഴുതി പുറത്തേക്ക് വിടുകയാണ്. അപ്പോൾ എന്നിട്ട് സ്വന്തം പേര് സ്വീകരിച്ചു വീർ സവർക്കെന്ന്. അപ്പം വീർ എന്ന് പറഞ്ഞാൽ ഞാൻ ധീരനാണെന്ന് പറയുകയും ബ്രിട്ടീഷുകാരെ കാല് പിടിക്കാൻ പോകുന്ന അവസ്ഥയാണ് പൊതുവായിട്ടുള്ളത്. അപ്പം RSSകാരെ സംബന്ധിച്ചിടത്തോളം BJP-ക്കാരെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി എന്ന് പറയുന്നത് പേടി സ്വപ്നമാണ്. ഗാന്ധിജി ജീവിച്ചിരുന്ന കാലത്തും മരിച്ച കാലത്തും ഒക്കെ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഹിന്ദുക്കളുടെ മൊത്തം കച്ചവടം ഏറ്റെടുക്കാൻ വേണ്ടി BJP-ക്കാരെ RSSകാരെ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഹിന്ദുക്കളുടെ പാർട്ടിയാണ്, ഹിന്ദുക്കൾ ഞങ്ങളുടെ ആൾക്കാരാണെന്നൊന്നും പറയാൻ ഗാന്ധിജി സമ്മതിച്ചില്ല. ഗാന്ധിജി പറഞ്ഞത് ഞാൻ ഹിന്ദുവാണ് എന്നിരിക്കൽ തന്നെ അവർ ന്യൂനപക്ഷത്തിന് വേണ്ടി പോരാടുകയാണ് ചെയ്തത്. മനസ്സിലായി. അതുകൊണ്ട് RSSനെ കൊണ്ടോ BJP-നെ കൊണ്ടോ ഹിന്ദുക്കളുടെ ഒരു മൊത്തക്കച്ചവടം ഏറ്റെടുക്കാൻ വേണ്ടി സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമരം എന്താണെന്ന് ഒരു ധാരണയില്ലാത്ത ആൾക്കാരാണ് RSSകാരും BJP-ക്കാരും. അവർ ചെയ്ത് കൂടുന്ന പ്രവൃത്തി അതുപോലെ തന്നെയാണ്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും RSSും BJP-യും ചെയ്തുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ ഒരു ജിമ്മി സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു 80 വർഷം കഴിഞ്ഞാൽ മോദിയാണ് ഇന്ത്യൻ ഉണ്ടാക്കിയെന്ന് പറയും ഇവർ. മോദിയാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയത്, മോഡിയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തത്, മോഡിയാണ് ഇവിടെ സ്വാതന്ത്ര്യം കൊണ്ടുവന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പം ഇപ്രാവശ്യം എന്ത് ചെയ്തു, ഗാന്ധിജീൻ്റെ മേലെ വീർ സവർക്കറിനെ വെച്ചു. അടുത്ത പ്രാവശ്യം ഒരു കോൺഗ്രസ്സുകാരനും ഇല്ല കേട്ടോ, ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഏതെങ്കിലും ഭാഗത്തുള്ള ഒരു ഫോട്ടോ അവർ വെക്കുന്നില്ല. അതിൻ്റെ അകത്ത് ഭഗത് സിംഗിനെയും ഒക്കെയാണ് വെക്കുന്നത്. അപ്പം അവരുദ്ദേശിക്കുന്നത് എന്താണ്, കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കേൾക്കണം. അവരെ മുദ്രാവാക്യം തന്നെ അതാണല്ലോ, കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അപ്പോൾ അതാണ് അവരുടെ മൈൻഡ് സെറ്റ് തന്നെ. അപ്പം ഇനി അവർ ഗാന്ധിജീനെ അടുത്ത സ്റ്റെപ്പിലേക്ക് താഴേക്ക് ഇറക്കും, അതിന് മേലെ വെക്കും. ഇനി കുറച്ച് കാലം കൂടെ കഴിഞ്ഞാൽ ആരായിരിക്കും, മോദി ആയിരിക്കും മേലെ, അത് കഴിഞ്ഞ് വീർ സവർക്കർ, അത് കഴിഞ്ഞിട്ട് അടുത്തയാൾ, അതിന് തീരുമാനവാദിയായ, അങ്ങനെ താഴേക്കും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഗാന്ധിജിയെ കൊണ്ടുവച്ചു. പക്ഷേ ഈ സ്വാതന്ത്ര്യദിനത്തിൽ പോലെ ഒരു സ്വാതന്ത്ര്യദിനത്തിൽ പോലെയാണ് ഈ BJP 2 ടേമായാലും ഭരിക്കുന്നത്. ഈ ടേമിലൊന്നും ഗാന്ധിജിനെ ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള ശേഷി തൻ്റെ ഇടവർക്കില്ലല്ലോ. അവിടെയും വെക്കേണ്ടി വരുന്നുണ്ട് ഗാന്ധിജീനെ ഒഴിവാക്കാനുള്ള തൻ്റെ ഇടവർക്കില്ല എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു അവസ്ഥ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. 5 പതിറ്റാണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇവരെ മാറ്റി നിർത്തി കേട്ടോ. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 5 പതിറ്റാണ്ട് ഈ ആൾക്കാരെ, ഈ വർഗത്തെ അടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്, ഗാന്ധി മതത്തിൻ്റെ ആളെയാണ് ഇവർ കൊണ്ടത് ഗാന്ധിയുടെ മേലെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ 2 പേരുള്ള വലിയ രീതിയിൽ ശത്രുതയുണ്ടെന്ന് വെച്ചു, ആ ശത്രുക്കളെ ഒന്നിച്ച് വെക്കാറില്ലല്ലോ, മേലെയും താഴെയായിട്ട് വെക്കുമോ, നോർമൽ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഗാന്ധിജീനെ മേലെ ഇവർക്ക് ഒരു തൻ്റെ ഇടം ആലോചിച്ചേക്കും, ഗാന്ധിജീനെ മേലെ കൊണ്ടുപോയിട്ട് വീർ സവർക്കറിനെ വെക്കാനുള്ളൊരു സാഹചര്യം. നമ്മൾ ഇപ്പോൾ പറയുമല്ലോ, പാർലമെൻറ്റിൽ കൊണ്ട് ദണ്ട് വെച്ച പോലെയാണ്, ഇതാണ് ഇനി ദണ്ടാണ് ഭരിക്കുക എന്ന് പറയുന്ന പോലെയാണ്. ഇവരങ്ങനെ തീരുമാനിക്കുകയാണ്, ഇങ്ങനെയാണ് സംഭവം, ഇനി ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു കാലത്തിൻ്റെ അപേക്ഷിച്ച്, ഞാനത് നേരത്തെ പറഞ്ഞത്, ഇന്നത്തെ കാലം അപേക്ഷിച്ചിട്ട് ഗൂഗിൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഗൂഗിൾ ഈ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇനി 1947 ശേഷമുള്ളതൊക്കെ കളയും അവർ. അത് കഴിഞ്ഞ് കുറച്ച് കളയുമ്പോൾ 50 ശേഷമുള്ളത് കളയും, അത് കഴിഞ്ഞ് 70 ശേഷം, അതിന് 2000 മുമ്പിലെ ശേഷം, 2000 ശേഷമുള്ളത് പോയി കഴിഞ്ഞാൽ പിന്നെ മോഡിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അതിനെക്കുറിച്ച് ഇന്ത്യ ഉണ്ടാക്കിയത്, ഇന്ത്യ ഡെവലപ്പ് ചെയ്തത്, ഗ്ലോബൽ സംവിധാനത്തിൻ്റെ അത് ഇന്ത്യനെ 1ാം സ്ഥാനത്ത് എത്തിച്ച്, ഇതൊക്കെ ആയിരിക്കും പറയുക. അപ്പോൾ പിന്നെ ബ്രിട്ടീഷുകാരുണ്ടാവില്ല, ബ്രിട്ടീഷുകാരൻ്റെ പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഗാന്ധിജി ഇല്ല, സ്വാതന്ത്ര്യ സമരമില്ല, ഈ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇവരുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു അവസ്ഥ എത്തിയിട്ടില്ല എന്നുള്ളത്, ഇത്ര മോശം ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലുള്ള ചരിത്രം പഠിക്കുന്നവർ ഇന്ത്യയിലുള്ളിടത്തോളം കാലം ഗാന്ധിജീനെ ഇവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല, ഗാന്ധിജീനെ ഇവർക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. അത് മാറ്റി നിർത്താൻ ഇവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതിൻ്റെയാണ് ഇന്നത്തെ കേരളത്തിലെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതാരെയും ചർച്ച ചെയ്യോ? എന്നിട്ട് ഇവർ വന്ന് പറയുന്നത് എന്താ, സ്വാതന്ത്ര്യദിനത്തിന് RSSനെ പറയുകയാണ്, വേറെ ഏതെങ്കിലും ദിവസത്തിൽ പറയുകയാണെങ്കിൽ രസമുണ്ട്. സ്വാതന്ത്ര്യത്തിൽ RSSൻ്റെ കോൺട്രിബ്യൂഷൻ എന്താ, എന്ത് കോൺട്രിബ്യൂഷൻ RSS സ്വാതന്ത്ര്യത്തിന് ചെയ്തിട്ടുള്ളത്? അതുമായി ബന്ധപ്പെട്ട് 100 വർഷത്തെ പാരമ്പര്യം പറയുന്നുണ്ടല്ലോ. 100 വർഷം കൊണ്ട് RSS എന്താ ചെയ്തിട്ടുള്ളത്? ജനസംഘ ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇത്രയും വർഷം വരെ ഒന്നുകൂടി മാറ്റി നിർത്തിയെന്ന് മാത്രം ആലോചിച്ചാൽ മതി.
പിന്നെ എന്താണ് ഇവരുടെയൊക്കെ കാലം കഴിഞ്ഞു, അവരൊരു സംവിധാനം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും ഇവർ ഹിന്ദുത്വ രാഷ്ട്രീയം പൊക്കിക്കൊണ്ടുവന്ന് തീവ്ര ഹിന്ദുക്കൾ, എന്താണ് മിതുത്വ ഹിന്ദുത്വം ഒക്കെ പറഞ്ഞിട്ടാണല്ലോ പിന്നെ അധികാരത്തിൽ വരുന്നത്. ഇപ്പോഴും ചർച്ച ചെയ്യുന്ന അങ്ങനെയാണല്ലോ, തീവ്ര ഹിന്ദു കാര്യങ്ങൾ പറഞ്ഞിട്ടാണല്ലോ ഈ ചർച്ച ചെയ്തു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി തന്നെ വന്നിട്ടൊരു പ്രസംഗത്തിൽ പറയുകയാണ് RSSനെ കുറിച്ചിട്ട്, ഏതിനാണ് സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് അതിനെ കണക്ട് ചെയ്യുന്നൊരു കാര്യമില്ല കേട്ടോ. ഈ RSSനെ കുറിച്ച് ഇന്ന് പറയുന്നുണ്ടെങ്കിലും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം കണക്ട് ചെയ്യുന്നുണ്ടോ? ഒരു കാര്യം കണക്ട് ചെയ്യുന്നില്ല എന്നുള്ള. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗാന്ധിജിനെ ഒഴിവാക്കി കൊണ്ടുപോകാനൊന്നും വിചാരിക്കേണ്ട. കാരണം എന്താണ്, ഇന്ത്യയിലെ ജനങ്ങൾ ചരിത്രം അറിയാവുന്നവരാണ്, ചരിത്രത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള. വീർ സാവർക്കറിനെ കുറിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ഇദ്ദേഹം എന്താണ് ചെയ്തെന്നും ബ്രിട്ടീഷുകാരുടെ കാൽ നോക്കിയെന്ന് പറയുന്നത് അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചതാരാ, അത് മുഴുവൻ ഡാറ്റയായിട്ടുണ്ട്. അത് മാത്രമല്ല അദ്ദേഹം തന്നെ സ്വന്തം ബുക്ക് എഴുതിയിട്ട് എന്നെ വീർ സാവർക്കറിന് ഞാനാണ് പറയുന്നതെന്നും കൂടെ ഉള്ളത് ജനങ്ങൾക്കറിയാം. അപ്പം ഇതെന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇവരെന്ന് ഗാന്ധിജിനെ താഴേക്ക് ഇറക്കുന്നോ അന്നെല്ലാം ഇവർ ചർച്ച ചെയ്യാൻ ഇട്ട് കൊടുക്കുന്നത് വീർ സാവർക്കറിൻ്റെ ബ്രിട്ടീഷുമായിട്ടുള്ള ചങ്ങാത്തായിരിക്കും. അതായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഗാന്ധിജിനെ ഒഴിവാക്കാം എന്നുള്ള ഇവരുടെ സ്വപ്നം മാത്രമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, സുജയ. മഹാത്മാഗാന്ധിയിലേക്കും അതുപോലെ തന്നെ വീർ സവർക്കറിലേക്കും വരുന്നതിന് മുൻപ് ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ്. ആ ആഘോഷം നടക്കുന്ന ചെങ്കോട്ടയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ആ ചെങ്കോട്ടയിലേക്ക് വരാതെ വിട്ടുനിന്ന പ്രതിപക്ഷ നേതാവുണ്ട്. അയാളുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ഒരു പാർട്ടിയുണ്ട്, കോൺഗ്രസ്, വർഷങ്ങളായി ഭരിച്ചതാണ് ഇന്ത്യയെ. ആ പാർട്ടിയുടെ ഇന്നത്തെ നേതാവ് വന്ധ്യവയോധികനായ മല്ലികാർജുൻ ഖാർഗെ, അദ്ദേഹവും ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്തിട്ടില്ല. സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരുമാണ്. സ്വാതന്ത്ര്യ സമരത്തോടും സ്വാതന്ത്ര്യ സമര സേനാനികളോടും എന്തിന് സ്വന്തം രാജ്യത്തോടും കൂറുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവെന്നും കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ എന്നുമുള്ള രണ്ട് പദവികളെ ബഹുമാനിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവർ രണ്ടുപേരും ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളിൽ അവിടെ ഉണ്ടാകുമായിരുന്നു. അതിൽ നിന്ന് വിട്ടുനിന്നതിലൂടെ അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ അപമാനിച്ചത്. ഇനി ഒരിക്കലും രാജ്യം ഭരിക്കാൻ യോഗ്യതയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ ലക്ഷ്യം അവർ നിറവേറ്റിയാലും ഇവരാണല്ലോ അപ്പുറത്തുള്ളത് എന്ന് കരുതി ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് വിട്ടുനിന്നതിലൂടെ നമ്മൾ കാണുന്നത്. മാത്രമല്ല, ഇതൊരു ദേശീയ തലത്തിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങളിൽ എന്തിനാ റിപ്പോർട്ടറിന്റെ ആസ്ഥാനത്ത് വരെ രാവിലെ ദേശീയ പതാക ഉയർത്തിയത് എന്തുകൊണ്ടാണ്? ദേശീയ പതാകയെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പൊരുതി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. വീടുകളിൽ പതാക ഉയർത്തിയവരുണ്ട്, സ്ഥാപനങ്ങളിൽ പതാക ഉയർത്തിയവരുണ്ട്. എന്തിനാ ദേശീയ പതാക എന്ന് സല്യൂട്ട് ചെയ്യാതെ രാവിലത്തെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങിയിട്ടുള്ള ആരും തന്നെ ഉണ്ടാകില്ല. എൻ്റെ ദിവസം തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാതന്ത്ര്യ ദിനമെന്ന് പറയുന്നത് അത്രത്തോളം നമ്മൾ ഹൃദയത്തിലേക്ക് എടുക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ആ ഒരു രാജ്യസ്നേഹമോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിന്റെ മഹത്വത്തോടുള്ള ഒരു സ്നേഹമോ ഇല്ലാത്ത രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഇരുന്ന് പറയുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു സമയം കളയേണ്ട ഒരു ഉത്തരവാദിത്വവും BJPക്കോ കേന്ദ്ര സർക്കാരിനോ നരേന്ദ്രമോദിക്കോ ഇല്ല എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. അവർക്ക് ഈ പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്ററിലെ വീർ സവർക്കറിന്റെ സാന്നിധ്യത്തെ വിമർശിക്കാമായിരുന്നു. പക്ഷേ ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് ചെങ്കോട്ടയിൽ ഉണ്ടാകണമായിരുന്നു. എന്തുകൊണ്ടുണ്ടായില്ല? രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ അല്ല, RSSനെ കുറിച്ച് പറയുന്നു നേരത്തെ. അപ്പോൾ ഈ പ്രസംഗം അയച്ചു കിട്ടിയിരുന്നോ രാഹുൽ ഗാന്ധിക്ക്? അല്ല, സ്വാതന്ത്ര്യ ദിനത്തിന് അവിടെ പോകാത്തതിനെ ന്യായീകരിച്ച് വെറുതെ സ്വയം ചെറുതാകാതെ സ്ഥാനം എവിടെയായിരുന്നു എന്നതിന്റെ ചോദ്യത്തിലൂടെ വിഷയം ഗതിമാറ്റി വിടാതെ പരിപാടിക്ക് പോയില്ല എന്നതിന്റെ സ്വാതന്ത്ര്യ ദിനത്തോട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തോട് അത്രയേ മൂല്യമുള്ളൂ കോൺഗ്രസിന്. രാഹുൽ ഗാന്ധിക്ക് കൊടി ഉയർത്തിയിട്ടുണ്ട്. അവരുടെ അടുക്കളപ്പുറത്തല്ല കൊടി ഉയർത്തേണ്ടത്, ചെങ്കോട്ടയിൽ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുന്ന ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുമ്പോൾ അവിടെ വരാത്ത പ്രതിപക്ഷ നേതാവിന് എന്ത് അധികാരമാണുള്ളത്? അതൊരു ദേശീയ ആഘോഷമാണ്. രാജ്യത്തിന്റെ ദേശീയ ആഘോഷം ലോകം മുഴുവൻ കാണുന്ന ഇടം ചെങ്കോട്ടയാണ്. അവിടെ വരാതെ മാറിയിരുന്ന് കുറ്റം പറയുന്ന, കൊതിക്കറിവ് തീർക്കുന്ന കോൺഗ്രസിന്റെ ആരോപണങ്ങളെ ആ വിലക്കുറവോട് കൂടി തന്നെ രാജ്യം കാണുകയുള്ളൂ. എന്തുകൊണ്ട് പങ്കെടുത്തില്ല? ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് പങ്കെടുത്തില്ല? മാഡം പറയുന്ന ഉത്തരവൊന്നും രാഹുൽ ഗാന്ധിയിൽ നിന്ന് കണ്ടില്ല. ഈ എക്സ്പോസ്റ്റിലും എല്ലാത്തിനും ഞാൻ എടുത്തു നോക്കി. അല്ലാത്തതിനൊക്കെ മുട്ടിന് വീഡിയോ ഇടുന്ന BJPക്കല്ല, ജനങ്ങൾക്ക്. എന്തുകൊണ്ട് പങ്കെടുത്തില്ല? ആരാണ് ജനമെന്ന് താങ്കൾക്ക് അറിയില്ലേ? രാജ്യത്തെ പൗരന്മാർ, അതാണ് രാജ്യത്തെ ജനമെന്ന് പറയുന്നത്. ഞാൻ പൂർത്തിയാക്കട്ടെ. പാകിസ്ഥാന്റെ പതാക ഉയർത്തുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ആഘോഷം. എൻ്റെ രാജ്യത്തിന്റെ പതാക ഉയർത്തുന്ന ഇന്നത്തെ ദിവസമാണ്. ഞാൻ പറയട്ടെ, താങ്കളൊന്ന് രാഹുൽ ഗാന്ധിയെ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ. എനിക്ക് അവസരം പറഞ്ഞതുകൊണ്ടാണ്. എന്തെങ്കിലും പറഞ്ഞിട്ടല്ല പോകുന്നത്. എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ്. രാഹുൽ ഗാന്ധി അവിടെ വന്നില്ല എന്ന് പറഞ്ഞ് ഉടനെ ചാടി വീണ് പറയുകയാണ് ഞങ്ങൾ അവിടെ പതാക ഉയർത്തി. അതാണ് ഞാൻ ചോദിച്ചത്, പാകിസ്ഥാനിലാണോ എന്ന്. അപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. എന്തായാലും ഇന്ന് പലതവണ മാഡം നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഞാൻ പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കണം. നിങ്ങൾക്ക് പറയണമെങ്കിൽ പറഞ്ഞോളൂ, പറയൂ. അല്ല, മാഡം ആണല്ലോ മോഡറേറ്റർ.
തുടർച്ചയായി ഇടപെട്ട് തടസ്സപ്പെടുത്തുന്ന മാഡത്തിന് ഞാൻ ബഹുമാനത്തോടെ പറയുന്നു. പറയും പാകിസ്ഥാന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇടപെടേണ്ട സുജിയ. അല്ല, ഞങ്ങളെയൊക്കെ അല്ല, പാകിസ്ഥാൻ സ്ഥിരമായിട്ടുള്ളതാണ് ഇത്. പ്രതിപക്ഷ ബഹുമാനം എന്തെങ്കിലും ഇല്ലാത്ത എതിരഭിപ്രായം പറഞ്ഞാൽ ഉടനെ ഞങ്ങൾ പാകിസ്ഥാനാക്കും. പ്രതിപക്ഷത്തെ ബഹുമാനം ഇല്ലാത്ത പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നിടത്ത് പോകാൻ സ്വാതന്ത്ര്യം ഇല്ലാന്ന് ഇന്ത്യയില്. നരേന്ദ്രമോദി ഭരിക്കുന്ന സ്ഥലത്ത് സ്വാതന്ത്ര്യം ഇല്ല സുജിയ. കാര്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. പ്രതിപക്ഷ നേതാവായി എനിക്ക് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആൻഡ്രൂ അഗസ്റ്റിൻ സാറിന് അല്ല. അധികാരത്തിൽ വന്നത് താങ്കളത് തെളിയിക്കണം. താങ്കളത് തെളിയിക്കണം. ആൻഡ്രൂ അഗസ്റ്റിൻ താങ്കൾ തെളിയിക്കണം. താങ്കളത് തെളിയിക്കണം. അതാ പറയുന്നത്. കള്ളവോട്ട് ചെയ്ത് അധികാരത്തിൽ വന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കേണ്ടത് അത് പ്രതിഷേധമാണ്. അതുകൊണ്ടാണ് ഇന്ദിരാഭവനിൽ പോയി പതാക ഉയർത്തിയത്. അത് ഇന്ത്യയിൽ തന്നെയാണ്, പാകിസ്ഥാനിലല്ല. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് പ്രതിപക്ഷ ബഹുമാനം കൊടുക്കാത്ത, പ്രതിപക്ഷ പാർട്ടികളെ ബഹുമാനിക്കാത്ത BJP-യെയും RSS-നെയും പോഴ്ത്തിക്കൊണ്ട് ഈ പറഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ബന്ധമില്ലാത്ത RSS-നെ പോഴ്ത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അവിടെ പോയി പ്രതിപക്ഷ നേതാവ് ഈ കഥ കേൾക്കേണ്ട അവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അപമാനമാണെന്ന്. അതിന് വിട്ടുനിന്ന പിന്നെന്താണ്, രാഹുൽ ഗാന്ധിയെ ബഹുമാനിക്കല്ലേ വേണ്ടത്. ആ സംവിധാനത്തിലേക്ക് വന്ന പ്രതിപക്ഷ നേതാവിനെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എവിടെയാണ് സീറ്റ് കൊടുത്തത്? നിങ്ങൾ ഈ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള 100 കോടി ജനങ്ങളുടെ കൂടെ ഇരുത്തേണ്ട ആളല്ല ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. മുൻനിരയിൽ നിന്ന് ബഹുമാനിക്കാൻ കഴിയുമ്പോൾ മാത്രം വിളിക്കുക, അല്ലെങ്കിൽ വിളിക്കണ്ട. അതുകൊണ്ട് അവർക്ക് പറ്റില്ല, അവർ വിട്ടുവന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പാകിസ്ഥാനാണോ പതാകർത്തിയെന്നല്ല, ഇന്ത്യയിലെ ജനങ്ങളാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാണ്. 240 MP-മാരുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തെ ബഹുമാനിക്കാൻ കഴിയുന്നില്ല. അല്ല, നിങ്ങൾ ഒറ്റയ്ക്കൊന്നല്ലോ ഭരിക്കുന്നത്. നിങ്ങൾ 300 അതുപോലും അറിയില്ലേ? പാർട്ടിയുടെ എംപിമാരുടെ എണ്ണം പോലും അറിയില്ല. സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിക്കാതെ പ്രധാനമന്ത്രി പ്രസംഗം നടത്തിയതാണോ? അവിടേക്ക് പോകാതിരുന്ന രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും വലിയ പാതകം. എന്റെ ഭാഗം ഞാൻ പൂർത്തിയാക്കട്ടെ. രാഹുൽ ഗാന്ധി പറഞ്ഞാൽ ഉടനെ ഇടപെടാനായിട്ട് സമയം തന്നതല്ല. നിങ്ങൾ ഇടപെട്ട് തടസ്സപ്പെടുത്തിയപ്പോൾ സുജയ മാന്യതയോടെ മിണ്ടാതിരുന്നതാണ്. കാരണം എന്റെ പ്രസ്ഥാനം എന്നെ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ആശയം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് സഹിഷ്ണുതയോടെ കേൾക്കാനാണ്, അല്ലാതെ നിങ്ങളുടെ പ്രസ്ഥാനം ഏതാണെന്ന് എനിക്കറിയില്ല. പ്രസ്ഥാനമാണ്. ഞാൻ ദേശീയതയിൽ വിശ്വസിക്കുന്ന, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ രാജ്യമാണ് എന്റെ പ്രസ്ഥാനം. ക്ലിയർ ആയല്ലോ? പറഞ്ഞോട്ടെ. അപ്പോൾ ജനങ്ങളോട് പൈതൃകത്തെ ബഹുമാനിക്കണം എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഉരുവിടുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് പല നേതാക്കളുടെയും പ്രതികരണങ്ങളിൽ നിന്ന്, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഇന്നത്തെ പ്രസംഗത്തിൽ നിന്നടക്കം എനിക്ക് ബോധ്യമായത്. പക്ഷേ ചെങ്കോട്ടയിലേക്ക് വരാതെ ഇവിടെ വലിയ കാര്യത്തിൽ പറഞ്ഞു ഇരിപ്പിടമില്ല എന്ന്. ഞാൻ കണ്ടത് ചെങ്കോട്ടയിലെ പരിപാടിയിൽ രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പിടം മുൻനിരയിൽ തന്നെയാണ്. അവിടെ ആ കസേരയിൽ രാഹുൽ ഗാന്ധി വന്നിരുന്നില്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, വിഷ്വൽസ് ഉണ്ടല്ലോ. രാഹുൽ ഗാന്ധിക്ക് എവിടെയാണ് ഇന്ന് ഇരിപ്പിടം ഉണ്ടായിരുന്നത് എന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ആ ഇരിപ്പിടത്തിലേക്ക് വന്നിരിക്കാതെ എന്നെ അവിടെ കൃത്യമായിട്ട് പ്രധാനമന്ത്രി ഞാൻ പറയട്ടെ മാഡം ഇനി ഇടപെട്ടാൽ ഞാൻ അവസാനിപ്പിക്കും. ചർച്ചയിൽ സംസാരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കും. കാരണം എൻ്റെ ആശയങ്ങൾക്ക് തുടർച്ചയില്ലാതിരിക്കാനായിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള ബഹളം വെക്കലുകൾ സ്ഥിരം നടത്തുന്ന ഒരു പ്രവണത മാഡത്തിനുണ്ട്. അതുകൊണ്ട് എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കണം. അല്ലാത്ത പക്ഷം ഞാൻ എൻ്റെ ടേൺ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാം. എന്ത് വേണം? ശരി, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, രാഹുൽ ഗാന്ധിയെ അപമാനിച്ചു, അതാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നറേറ്റീവ്. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയായിട്ട് ചെങ്കോട്ടയിൽ പതാക ഉയർത്തി നരേന്ദ്രമോദി നടത്തിയതുപോലെ 100 മിനിറ്റ് പ്രസംഗം നടത്തണമെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയാകണം. എന്തുകൊണ്ടോ പറ്റിയില്ല. ഭാവി പ്രധാനമന്ത്രിയായി ഇങ്ങനെ തുടരുകയാണ് രാഹുൽ ഗാന്ധി. എന്ത് ചെയ്യാനാ? ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ഇപ്പോൾ 12ാമത്തെ തവണയും 12ാമത്തെ വർഷവും പതാക ഉയർത്തി പ്രസംഗിച്ചു. അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് അവിടെ നരേന്ദ്രമോദി വന്ന് പതാക ഉയർത്തുന്നത്. അതിന് എത്രത്തോളം നിങ്ങൾ ബഹളം വെച്ചാലും അദ്ദേഹം പ്രധാനമന്ത്രി അല്ലാതായി മാറില്ല. അപ്പോൾ അതിനുടനെ വിഷയം കൊണ്ടുവരികയാണ്, വീർ സവർക്കറിലേക്ക് വരികയാണ്. ഇന്ന് RSS-നെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അതിൽ സമരസേനാനികൾക്ക് അപമാനകരമായ എന്ത് വാചകമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്? അദ്ദേഹത്തിന്റെ വാചകത്തിന്റെ ആ പ്രസംഗത്തിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ പറയാം. 100 വർഷം മുൻപ് ഒരു സംഘടന പിറന്നു. അതിനെ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നാണ് വിളിച്ചിരുന്നത്. അവർ എല്ലായ്പ്പോഴും രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളായിരുന്നു. സമൂഹത്തിന്റെ ക്ഷേമം ഹൃദയത്തിൽ കരുതിയവരാണ്. അങ്ങനെയല്ലേ RSS? ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികൾ തന്നെയാണ് RSS എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1925 സെപ്റ്റംബർ 27 മുതൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന 2025 ഓഗസ്റ്റ് 15 വരെയുള്ള സമയത്ത് രാജ്യത്തിന് വേണ്ടി തന്നെയാണ് RSS നിന്നിട്ടുള്ളത്, അല്ലാതെ വേറെ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയല്ല. താങ്കൾക്ക് എതിർക്കണമെങ്കിൽ താങ്കൾക്ക് എതിർക്കാം. ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. RSS സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു. RSS സ്വാതന്ത്ര്യ സമരത്തെ പൂർണ്ണമായും തുറന്നെതിർത്തു. അങ്ങനെയുള്ള ഒരു നറേറ്റീവ് കൊണ്ടുവരാനാണ് മനഃപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിൽ കേരളത്തിൽ UDF-ഉം LDF-ഉം
മാറി മാറി ഭരിക്കുന്ന കേരളത്തിൽ അത് നല്ല രീതിയിൽ ചെലവാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രമല്ല RSSന് അനുകൂലമായി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സോക്കോൾഡ് മാസ്റ്റേഴ്സിന് അത് ഇഷ്ടപ്പെടാതെ വരുമോ എന്നതുകൊണ്ട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നറേറ്റീവ് ആവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിഷയം തന്നെ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. കാരണം 1ഉം 2ഉം ലോകമഹായുദ്ധ കാലത്ത് റഷ്യൻ അലയൻസുമായിട്ട് ചേർന്ന് ബ്രിട്ടീഷുകാരോട് വലിയ ലോയൽറ്റി കാണിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് പറയില്ല. അവരെന്നാണ് പതാക ഉയർത്തി തുടങ്ങിയതെന്ന് പറയില്ല. RSSനെ മാത്രം വേട്ടയാടുക, അതാണ് ഇവിടെ കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 കരിദിനമായി ആചരിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകൾ. അതും ചരിത്രത്തിലുണ്ട്, ചരിത്രത്തിന്റെ ഭാഗമാണ്. 100 വർഷമായ RSSനെ പ്രധാനമന്ത്രി ഒരു സ്വയം സേവകനാണ്. RSSലൂടെയാണ് അദ്ദേഹം വന്നത്. RSSകാർ തന്നെയാണ് ഇന്ന് കേന്ദ്ര സർക്കാരിലുള്ളത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ വളർന്ന് പന്തലിച്ചിരിക്കുന്ന, ലോകം മുഴുവൻ നിൽക്കുന്ന ഒരു പ്രസ്ഥാനവും RSS ആണ്. അപ്പോൾ ആ RSSനെ ഒന്ന് അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ അതുടനെ സമരസേനാനികളെ അപമാനിച്ചതാണ് പ്രധാനമന്ത്രി എന്ന രീതിയിലേക്ക് ഒരു നറേറ്റീവ് കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി ഒരു പോസ്റ്റർ എടുത്ത് വെക്കുകയാണ്. ആ പോസ്റ്ററിൽ മഹാത്മാഗാന്ധിയെ ഒഴിവാക്കി അതിന് പകരം സവർക്കറെ കൊണ്ടുവച്ചിരുന്നെങ്കിൽ ഞാനും അതിനെ എതിർത്തേനെ. കാരണം മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. ഈ NDA സർക്കാർ വന്നതിന് ശേഷം ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമകൾ സ്ഥാപിക്കുകയും ഏറ്റവും കൂടുതൽ രാഷ്ട്രപിതാവിനെ അക്നോളജ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത് മോദി സർക്കാർ തന്നെയാണ്. നിങ്ങൾ ലോകമെമ്പാടും ഒന്ന് യാത്ര ചെയ്ത് നോക്കൂ. അവിടെയൊക്കെ മഹാത്മാഗാന്ധിയുടെ കൃത്യമായ പ്രതിമകൾ സ്ഥാപിച്ചതും അവിടെയൊക്കെ എങ്ങനെയാണ് അത് പരിപാലിച്ച് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി സവർക്കർ ആന്റി നാഷണൽ ആണോ? സവർക്കർ ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണോ? RSS ആന്റി നാഷണൽ ആണോ? ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നാഷണലിസ്റ്റ് ആയിട്ടുള്ള പ്രസ്ഥാനം തന്നെയാണ്. ഇതുവരെയും ആ കാര്യത്തിൽ ഒരു മാറ്റവും അവർ കൊണ്ടുവന്നിട്ടുമില്ല. ഇനി സവർക്കർക്ക് കോൺഗ്രസിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങൾ കൊടുക്കണ്ടെന്നേ. ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. RSS പ്രസ്ഥാനത്തിന് VD സവർക്കറോട് വീർ സവർക്കർ എന്ന് വിളിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ അവരങ്ങനെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അതിനിപ്പോൾ നിങ്ങൾ പറഞ്ഞതുകൊണ്ട്, നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഡിനേ ചെയ്തതുകൊണ്ട് അത് ഇല്ലാതാവുകയില്ല. ഇനി ഗാന്ധിവധത്തിൽ കുറ്റാരോപിതൻ മാത്രമാണ്, ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയാണ് വീർ സവർക്കറെ ചെയ്തത്. അതും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം കോൺഗ്രസ് തന്നെ ഭരിക്കുമ്പോഴാണല്ലോ ജീവൻലാൽ കപൂർ കമ്മീഷൻ വരുന്നത്. ആ കമ്മീഷൻ വരുമ്പോഴും ഗാന്ധിവധത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അതിലും നേരിട്ട് ബന്ധപ്പെടുത്തുന്ന തെളിവില്ല. ആ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് 1965 സെപ്റ്റംബർ 30. അതിലും ഗാന്ധിവധത്തിൽ VD സവർക്കറെ നല്ല രീതിയിൽ അന്വേഷിച്ച് പരിശോധിച്ച് നോക്കിയതാണ് ഈ കോൺഗ്രസ് സർക്കാർ തന്നെ. അപ്പോൾ ഒരു കാര്യവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നേരിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു തെളിവുമില്ല. കേവലം നിഗമനങ്ങൾ മാത്രമാണ്. അതിന് താഴെയുള്ള ഒരു വരി കൂടി വായിക്കണം. നിഗമനങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാണ് അത് സമ്മപ്പ് ചെയ്തിരിക്കുന്നത്. ആ റിപ്പോർട്ട് മുഴുവൻ വായിച്ചത് തന്നെയാണ് ഞാനും ഇവിടെ ഇരിക്കുന്നത്. ജീവൻലാൽ കപൂർ കമ്മീഷനാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. ഇനി സവർക്കർ എവിടെയായിരുന്നു, സവർക്കർ ഇവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്ന സമയമുണ്ടല്ലോ. 1905 ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന വിദേശ വസ്ത്ര ബഹിഷ്കരണ പ്രതിഷേധത്തിൽ പൂനെയിൽ പങ്കെടുത്തതിന് കോളേജിൽ നിന്ന്, ഫെർഗൂസൺ കോളേജിൽ നിന്ന് പുറത്താക്കിയ ഒരു ചരിത്രവും നിങ്ങൾ ഈ തള്ളി പറയുന്ന, ഒന്നിനും കൊള്ളാത്തവനെന്ന് പറയുന്ന VD സവർക്കർക്ക് ഉണ്ടെന്നത് മനസ്സിലാക്കണം. അതിനുശേഷമാണ് 1906 ലണ്ടനിലേക്ക് പോകുന്നത്. അവിടെ പോയി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെയാണ് ഫ്രീ ഇന്ത്യ സൊസൈറ്റി അവിടെ രൂപീകരിക്കുന്നത്. അതിന്റെ പ്രവർത്തനത്തിലടക്കം പങ്കാളിയാണ് സവർക്കർ. ബ്രിട്ടീഷ് സാമ്രാജ്യ വിരുദ്ധ പ്രക്ഷോഭത്തിനാണല്ലോ അറസ്റ്റിലായത്. മാപ്പിനെ കുറിച്ച് പറയുന്നപ്പോൾ എന്തിനാണ് ജയിലിലായത് എന്നതുകൂടി പറയാനുള്ള ഒരു മാന്യത കാണിക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ലോക വിപണിയെ ഇന്ത്യ ഭരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ RSSനെ കുറിച്ച് പറഞ്ഞ 1.5 മിനിറ്റ് മാത്രം വിവാദമാക്കുകയും ബാക്കി 98 മിനിറ്റ് കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്നവരുടെ കാപട്യം ലോകം തിരിച്ചറിയണം. ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം കാലം മാറി എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ലെങ്കിലും മാഡം തിരിച്ചറിയണം എന്നുള്ളതാണ് എൻ്റെ. എന്തായാലും BJP-ക്കാർ പറഞ്ഞിട്ട് തിരിച്ചറിയാൻ ഉദ്ദേശിക്കുന്നില്ല. തിരിച്ചറിവ് അല്ലല്ലോ, അത് നിങ്ങൾ തെറ്റിദ്ധാരണ ഇവിടെ ജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ അപമാനകരമാകുന്ന, സമരസേനാനികൾക്ക് അപമാനകരമാകുന്ന, അപലപിക്കേണ്ട കാര്യങ്ങളാണെന്ന് പ്രധാനമന്ത്രിയിൽ നിന്നും അതോടൊപ്പം പെട്രോളിയം മന്ത്രാലയത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്, അതായത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ഊർജം പാഴാക്കുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞ RSSന് വേണ്ടിയിട്ട്, RSSനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസംഗമാണ് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നടത്തിയത്. അത് സ്വാതന്ത്ര്യദിനാഘോഷ പ്രസംഗമായിരുന്നില്ല. യഥാർത്ഥത്തിൽ RSSനെ പുകഴ്ത്തുന്ന, RSSന്റെ 100 വർഷത്തിൽ RSSന്റെ അജണ്ടകൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ RSSന്റെ 100 വർഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ NGO സംഘടനയാണ്, ലോകത്തെ തന്നെ ഏറ്റവും വലിയ NGO സംഘടനയാണെന്ന് പറയുന്നു. എന്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നറിയില്ല. ഒരു സൊസൈറ്റിയായിട്ട് പോലും രജിസ്റ്റർ ചെയ്യാത്ത സംഘടനയാണ് RSS എന്നുള്ളൊരു പഠനം കഴിഞ്ഞ മാസം കാരവൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ RSS അങ്ങനെ ഒരു സംഘടനയാണെങ്കിൽ ആ സംഘടന എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതിൻ്റെ കണക്കുകൾ പുറത്തു വിടുന്നില്ല എന്നുള്ളതാണ് RSSുമായി ബന്ധപ്പെട്ടുള്ള ആ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ആ സംഘടനയാണ് ലോകത്തെ ഏറ്റവും വലിയ സംഘടനയായി പ്രധാനമന്ത്രി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പറയുന്നത്. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും മാറി നിന്ന്
സ്വാതന്ത്ര്യ സമര പോരാട്ടം പാടില്ല എന്ന് പറഞ്ഞിരുന്ന സംഘടനയെ പുകഴ്ത്താനാണ് ഇവിടുത്തെ മതേതര രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെ നടത്തിയ പ്രസംഗത്തിൽ ഭൂരിഭാഗം സമയം ചെലവഴിച്ചത്. അടുത്തതായി അദ്ദേഹം പറയുന്നത് എന്താണ്? ഇവിടുത്തെ ജനസംഖ്യാ അനുപാതത്തെക്കുറിച്ചാണ് പറയുന്നത്. ജനസംഖ്യാ അനുപാതം പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്, അതിൽ എന്താ പറയുക, ആശങ്കയുണ്ട് എന്ന രൂപത്തിലുള്ള പ്രസംഗം പ്രധാനമന്ത്രി നടത്തുന്നു. ആ ആശങ്ക ആദ്യം പങ്കുവെച്ചത് ആരാണ്? RSS ആണ്. അപ്പോൾ RSS പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് നേരത്തെ കശ്മീരിൻ്റെ 170 അനുച്ഛേദം റദ്ദാക്കുന്നതിലായാലും പൗരത്വ നിയമമായാലും അയോധ്യ ക്ഷേത്രം രാമക്ഷേത്രമായാലും മുത്തലാഖായാലും അങ്ങനെ ഓരോരോ കാര്യങ്ങളായി 100ാം വാർഷികത്തിലേക്ക് ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് RSS. അപ്പോൾ ആ അജണ്ടയിലേക്ക് എത്തിക്കുക. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ RSSന് പല ഘട്ടങ്ങളിലും മോദിയോട് എതിർപ്പുണ്ടായിട്ടുണ്ട്. മോദിയുടെ പ്രായം, വിരമിക്കേണ്ട പ്രായത്തെക്കുറിച്ച് മോഹൻ ഭാഗവത് തന്നെ പലതവണ പ്രസംഗിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ RSSനെ കുറച്ചുകൂടി മയപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ കൃത്യമായി മോദിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ആ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ആ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് ഈ കേന്ദ്ര സർക്കാർ എല്ലാ കാലത്തും പാർലമെന്റിനകത്തായാലും പുറത്തായാലും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് മുൻനിരയിൽ നിന്നും പിൻനിരയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. മുൻനിരയിൽ അദ്ദേഹത്തിന് ഇരിപ്പിടമുണ്ടായിരുന്ന അദ്ദേഹത്തെ പിൻനിരയിലേക്ക് മാറ്റി ഒളിമ്പിക് താരങ്ങളെ മുന്നിലേക്ക് ഇരുത്തുന്ന നടപടിയുണ്ടായി. ആ അപമാനം സഹിക്കാൻ പോകേണ്ടതില്ല എന്ന് രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നു, ഖാർഗെ തീരുമാനിക്കുന്നു. അവർ പാർട്ടി ഓഫീസുകൾ പതാക ഉയർത്തുന്നു. പതാക എല്ലാവർക്കും എല്ലായിടത്തും ഉയർത്താം. അത് ഉയർത്തിയിട്ടുമുണ്ട്. രാജ്യസ്നേഹം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്തായാലും BJPയിൽ നിന്നും RSSൽ നിന്നും കോൺഗ്രസിന്, അതായത് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കാളികളായിരുന്ന നേതൃത്വം വഹിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിൽ ഇവരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പുറത്ത് നമ്മൾ കണ്ട ചിത്രം ആരുടേതാണ്? സവർക്കറുടെയാണ്. സവർക്കർ ഗാന്ധി വധത്തിൽ 6ാം പ്രതിയായിരുന്നു. ഗാന്ധി ഘാതകൻ ആയിരുന്നു എന്ന് സംശയിച്ച 6ാം പ്രതിയായിരുന്ന VD സവർക്കർ, ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് സംശയിച്ച VD സവർക്കർ തെളിവിൻ്റെ അഭാവത്തിൽ മാത്രം വിട്ടയക്കപ്പെട്ട, അപ്പോഴും ആ കോടതി പറഞ്ഞത് വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ തെളിവ് കിട്ടിയേരെ എന്ന രൂപത്തിലാണ് ആ ഉത്തരവ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒഴിവാക്കപ്പെട്ട VD സവർക്കറിനെയാണ് ഗാന്ധിയുടെ തൊട്ടടുത്തായി, ഗാന്ധിയേക്കാൾ വലുപ്പത്തിൽ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പിന്നീട് ഗൂഢാലോചന കണ്ടുപിടിക്കാൻ കപൂർ കമ്മീഷൻ നിയോഗിച്ചു. കപൂർ കമ്മീഷനും സവർക്കറുടെ പങ്ക് കൃത്യമായും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് പറയുന്നു. ഇനി ഗോഡ്സെ, വെടിവെച്ച ഗോഡ്സെ സവർക്കറുടെ പ്രിയ ശിഷ്യനായിരുന്നു എന്നുള്ള കാര്യം ആശീർവദിച്ച് അദ്ദേഹത്തെ വിടുകയായിരുന്നു, ഗോഡ്സെ വിടുകയായിരുന്നു എന്ന് ഉള്ള മൊഴിയുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും തന്നെ കൃത്യമായ തെളിവുകളായി അന്ന് അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പോൾ സവർക്കർ, വീർ സവർക്കർ ആവുന്നത്. സവർക്കറുടെ പടം ഇങ്ങനെയാണ് പാർലമെന്റിലേക്ക്, വാജ്പേയിയുടെ കാലത്താണ് പാർലമെന്റിൽ സവർക്കറുടെ പടം വരുന്നത്. പിന്നെ പല ഘട്ടങ്ങളിലായി സവർക്കർ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കാളി ആയിരുന്നില്ല എന്ന് ആരും പറയുന്നില്ല. തുടക്കത്തിൽ ആയിരുന്നു, ആദ്യഘട്ടത്തിലായിരുന്നു. അത് സുജയ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ പിന്നീട് മാപ്പ് പറയുന്നു. ജയിലിൽ പോയ ശേഷം, ആൻഡമാൻ ജയിലിൽ പോയ ശേഷം പിന്നീട് മാപ്പ് പറഞ്ഞ് തിരിച്ചെത്തിയ ശേഷം അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹം ഉറപ്പ് നൽകിയ പ്രകാരം പൂർണ്ണമായും സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മാറി നിൽക്കുക. അതായത് മാപ്പ് പറഞ്ഞ് ഭയപ്പെട്ട് പിന്മാറിയ ഒരാളെ എങ്ങനെയാണ് ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയായി നമ്മൾ കണക്കാക്കുക? അവിടെയാണ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ മാഡം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി ഭരണകാലത്ത് സവർക്കർ സ്റ്റാമ്പ് ഇറക്കിയപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞത് ആസ് എ മാർക്ക് ഓഫ് റെസ്പെക്ട് ടു ഹിസ് ഗ്രേറ്റ്നസ്. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയട്ടെ, RSSലെ പല നേതാക്കളും RSS എന്ന സംഘടനയുമായിട്ടും നെഹ്റുവും ചില ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതാത് കാലത്ത് ഇവരൊന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായിട്ടല്ല. അതിൽ ചില നേതാക്കൾ ചില ഘട്ടങ്ങളിലൊക്കെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുമായും ചർച്ച നടത്തുക എന്ന തുറന്ന സമീപനം ഉണ്ടായിരുന്ന നെഹ്റുവിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നെഹ്റുവിനെ നിങ്ങൾ എപ്പോഴാണ് ഓർക്കുന്നത്? നെഹ്റുവിനെ കുറ്റം പറയാനല്ലാതെ. രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയെ നിങ്ങൾ അവഗണിച്ചില്ലേ? നിങ്ങൾ ഏതെങ്കിലും പോസ്റ്ററിലുണ്ടോ നെഹ്റു? ഇല്ല. നെഹ്റുവിനെ നിങ്ങൾ അങ്ങനെ മായ്ച്ചാലും മായില്ല. ഗാന്ധിയും അങ്ങനെ മായ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ എന്താണ് കൊണ്ടുവച്ച റീത്ത് സമർപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ചിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ചരിത്രം നിങ്ങളൊക്കെ മായ്ച്ചാൽ ചരിത്രം ഇല്ലാതാകില്ല എന്നുള്ളതാണ്. പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധി വധം എടുത്തു മാറ്റിയാലും ഗാന്ധി എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളത് തലമുറകളായി കൈമാറപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതാണ് ഇന്നുണ്ടായിരിക്കുന്നത്. രാജ്യത്തെ അപമാനിക്കുന്ന, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കുന്ന സംഭവമാണ് ഇന്നുണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രതിപക്ഷം എടുത്ത നിലപാടിന് ഒപ്പം നിൽക്കുന്നു. പ്രധാനമന്ത്രി, ഇവിടെ നമ്മളെ ഭരിക്കുന്നവർ യഥാർത്ഥത്തിൽ ഭരിക്കപ്പെടാൻ നിയോഗിക്കപ്പെട്ടവരാണോ, അവർ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ എന്ന് രാജ്യം സംശയിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ തെളിവുകൾ ലഭിക്കേണ്ടവർ, തെളിവുകൾ നൽകേണ്ടവർ തെളിവുകൾ നൽകാതിരിക്കുന്ന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വലിയ ജനകീയ പോരാട്ടങ്ങൾ ഇവിടെ നടക്കുകയാണ്. അതിന് പ്രതിപക്ഷം നേതൃത്വം കൊടുക്കുന്നു. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ കഴിയുന്നത്. അതാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. ഇടവേളയിലേക്ക് സുജിയ നേരത്തെ പിന്നെ നമ്മുടെ ഈ ഗാന്ധി പ്രതിമ എവിടെ വെച്ച കാര്യം പറയുന്നുണ്ടായിരുന്നു.
ഇന്ത്യയിലല്ല കേട്ടോ. ഇന്ത്യയിലല്ല, വിദേശത്ത്. ഇന്ത്യയിൽ വെക്കാനുള്ള ധൈര്യമില്ല. അപ്പോൾ വിദേശത്താണെങ്കിൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. സമരസേനാനികൾക്ക് അപമാനമോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്നാണോ 3 പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്, നോ എന്ന് 1. Meet the editors.